നമ്മുടെ റിബൺ എംബ്രോയിഡറിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റോസ് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. ഇതും റോസ് ഫ്ലവറിന് തന്നെയായിട്ടുള്ളതാണ്. പക്ഷേ ചെറിയ ചെറിയ റോസ് ഫ്ലവറുകൾ ചെയ്യാനുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് തന്നെയാണ് റോസ് ഫ്ലവറിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച്. പക്ഷേ എന്നാൽ ചെറിയ ചെറിയ റോസ് ഫ്ലവറുകൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്റ്റിച്ചാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഫ്രോക്കുകളിൽ സാരിയിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റോസ് ഫ്ലവറിൻ്റെ ഒരു സ്റ്റിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ റോസ് സ്റ്റിച്ചാണ്. ഇത് നമ്മൾ സ്പൈഡർ വെബിൽ വെച്ച് നമ്മൾ റോസ് ഫ്ലവർ ചെയ്യുന്നത് കണ്ടു. ഇത് നമുക്ക് സ്വല്പം വലുപ്പത്തിൽ നല്ല വലിയതായിട്ടൊരു റോസ് ഫ്ലവർ പോലെ ചെയ്യണമെങ്കിൽ ഈ സ്പൈഡർ വെബ് ചെയ്യാം. അതേസമയം നമുക്കൊരു ചെറിയതായിട്ടൊരു റോസ് ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് കൂടുതലും കുട്ടികളുടെ ഡ്രസ്സുകളിലും ടീഷർട്ടുകളിലൊക്കെ ആണെങ്കിലും ചെയ്താലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാം. സാരിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് റോസ് ഫ്ലവറുകളായിട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിന് ഞാൻ പിങ്ക് സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റാർ റോസ് സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ സ്റ്റാർ റോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പിങ്ക് കളറ് സാറ്റിൻ റിബൺ എടുത്തിരിക്കുന്നു. ഒന്ന് ടിപ്പിലൊന്ന് ലോക്ക് ചെയ്തു, അറ്റം കെട്ടിയിട്ടുമുണ്ട്. ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് തീരെ ചെറിയൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാറ്റിൻ റിബൺ ഏത് വലുപ്പമുണ്ടോ ആ ഒരു വലുപ്പത്തിലേ വരുകയുള്ളൂ. ഇപ്പം 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വലുപ്പമാണ് ഇതിന് വരികയുള്ളൂ. ഇനി ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും കുത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ചെയ്യുന്നത് നമ്മൾ അടുക്കുകളായിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടുക്കി ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത ഇത് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി ഓരോ മടക്കിലൂടെ ഇങ്ങനെ കുത്തുകയാണ്. ഇത്രയൊക്കെയാണ് എത്രയും നമ്മൾ റോസ് ഫ്ലവറിന് ഒരു അടുക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു നീളം കണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഇത്രയും വെച്ചിട്ട് ഒരു ഫ്ലവറിനായിട്ട് എടുക്കുകയാണ്. ഇത്രയും നീളം ഒരു ഫ്ലവറിനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി ശേഷം ഇങ്ങനെ മടക്കി കുറേ തവണ മടക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ നീഡിൽ ഈ മടക്കുകളിലൂടെ കയറ്റി വിടേണ്ടതാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ്. ഈ മടക്കുകളിലൂടെ കയറ്റുവാണ് നീഡിൽ കയറ്റുമ്പോൾ ഞാനിപ്പോൾ ഇതങ്ങ് വിട്ടു. അത് നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ഈ ആദ്യത്തേത് കുത്തുമ്പോൾ ഇങ്ങനൊരു ഈ സൈഡിലാണെങ്കിൽ അടുത്തത് കുത്തുമ്പോൾ സ്വല്പം ഇപ്പുറത്തെ സൈഡ് മാറ്റി കുത്തുക. മനസ്സിലായില്ലേ? ഇപ്പുറത്തെ സൈഡിൽ. ഇനി അടുത്തത് കുത്തുന്നത് ഒരു ഇങ്ങേ സൈഡിൽ കുത്തുക. ഈ അടുക്കിന് ഏകദേശം ഒരേ വലുപ്പം വരണേ. ആദ്യം അടുക്കിയ ഒരു മടക്കിൻ്റെ പാടുണ്ടല്ലോ, ആ ഒരു പാടിൽ കൂടെ നമുക്ക് ഇങ്ങനെ മടക്കാവുന്നതാണ്. ഇനി കുത്തുമ്പോൾ ഇങ്ങേ സൈഡുകൾ മാറി മാറി കുത്തുക. അടുത്തടുക്ക് വരുമ്പോൾ ഈ കുത്തിയതിൻ്റെ ഓപ്പോസിറ്റ് ഈ വശത്തായിട്ട് കുത്തുക. ഇങ്ങനെ നമ്മുടെ മുഴുവൻ മടക്കുകളിലൂടെ കുത്തി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ക്ലോത്തിലൂടെ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഈ നീഡിലിൻ്റെ ഏറ്റവും കയറാൻ പ്രയാസമുള്ള പോർഷൻ ഇവിടെ ആണല്ലോ, അവിടവും ഇങ്ങനെ ഓരോ ലെയറുകളിലൂടെയും നമ്മൾ കയറ്റി വിടണം. അല്ലെങ്കിൽ നമ്മുടെ ഈ റിബൺ അങ്ങ് വലഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ഓരോ ഇതിലും നമ്മളിങ്ങനെ ഒന്ന് കയറ്റി വിടുക. ഒരു ലെയർ കയറി കഴിയുമ്പോൾ അടുത്ത ലെയർ കയറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാം. അല്ലാതെ ഒരുമിച്ച് എല്ലാത്തരും കൂടെ കയറ്റാൻ നോക്കിയാൽ കയറാൻ പറ്റത്തില്ലാതെ വരും. അപ്പോൾ ഓരോന്നേ കൂടെ നമുക്ക് കയറ്റി വിടാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഓരോന്നിലൂടെ കയറ്റി വിടുക. ഇതുണ്ടല്ലേ, ഇങ്ങനെ ഓരോന്നിലൂടെ ആയിട്ട് ഞാൻ കയറ്റി വിടുകയാണ്. ഇതിനെന്ന് പറയാൻ ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ കയറ്റി വിടുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗത്തിലൊരു ഫ്ലവർ കിട്ടുന്നതാണ്. ഇതുണ്ടല്ലേ, ഇപ്പോൾ എല്ലായിടത്തും ഞാൻ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലോത്തിലൂടെ കയറ്റി ഇങ്ങനെ പെയ്യെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു വിടുകയാണ്. വലിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ പോർഷനിങ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക.
കാരണം ഒരേ അടുക്കിലിരുന്നാൽ അതിൻ്റെ ഒരു രസമില്ലല്ലോ. അടുക്കുകളൊന്ന് തിരിഞ്ഞ് വരാൻ ഇങ്ങനെ ഒന്ന് തിരിവ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു റോസ് ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ കുഴിവിലേക്ക് ഈ സെൻറ്റർ ഭാഗം നമ്മളൊന്നും ചെയ്തില്ല, അങ്ങനെ ഒരു കുഴിവായിട്ട് അങ്ങനെ വരുന്നതാണ്. ഇത് വലിക്കുമ്പോൾ, ഈ റിബൺ വലിക്കുമ്പോൾ അങ്ങനെ ഒരു വരും. ഇതാണല്ലേ? അപ്പോൾ ചെറിയൊരു ഫ്ലവർ, ഇത് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അടി കെട്ടുന്നില്ല. നമ്മൾ ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ അടി കെട്ടി എടുക്കുന്നതാണ് നല്ലത്, കണ്ടിന്യൂസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ. അടുത്തത് ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാൻ. ഡൗട്ടുള്ളവർക്ക് ആദ്യം ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു നീളത്തിൽ ആണ് അടുത്തത് ചെയ്യാം. ഈ ഒരു നീളം ഞാൻ ഫ്ലവറിനായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ആ ഒരു നീളം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇച്ചിരി നീളമുള്ളൊരു സൂചിയാണ് എടുത്തത്, അതുകൊണ്ട് ഇവിടം തൊട്ടേ കുത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടം തൊട്ടുള്ള ഭാഗത്താണ് കുത്തുന്നത്. ഈ ആദ്യം ഒരു സൈഡിൽ നിന്ന്, ആദ്യം ഈ സൈഡിലാണോ സൈഡിൽ കുത്തുന്നതെങ്കിൽ അടുത്ത മടക്കിന് ഇപ്പുറത്തെ സൈഡ് കുത്തുക, ശേഷം ഇങ്ങനെ സൈഡ് കുത്തുക, പിന്നെ ഇപ്പുറത്തെ വശം കുത്തുക. ഇതിന് അധികം അടുക്ക് വന്നില്ല, കാരണം റിബണ് നീളം കുറവായിരുന്നതുകൊണ്ട് അധികം അടുക്ക് വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇത് ക്ലോത്തിലോട്ടൂടെ ഞാനങ്ങ് കുത്തി വെച്ചുകൊണ്ടാണ് ഞാനിനി ഇത് റിബൺ ബാക്കി കയറ്റാൻ നോക്കുന്നത്. റിബൺ കയറ്റുമ്പോൾ ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് റിബണിൻ്റെ ഈ നൂല് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മുടെ സൂചിയുടെ അതും ഹോളും ആ ഒരു ഡയറക്ഷനിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കയറ്റാനൊരു എളുപ്പമുണ്ട്. കുറുകെ വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ പ്രയാസം വരും. അതേസമയം ആ നൂല് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ സൂചിയുടെ ആ വീതി കൂടിയ വശം വയ്ക്കുവാണെങ്കിൽ ഇത് കയറി ഇറങ്ങി പോകാൻ ഒരിച്ചിരി ഈസി ആയിട്ട് പറ്റും. ഇതല്ലേ? അപ്പോൾ ഇങ്ങനെ പെയ്യെ ഞാൻ ഇതിൻ്റെ എല്ലാ ലെയറുകളും വലിച്ച് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ലെയറിലൂടെയും വേഗം കയറി. ഇതുണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. ഇതിന് ഞാൻ അധികം തട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പൊങ്ങി വരാത്തത്. ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു. കണ്ടോ? അങ്ങനെ 2 ഫ്ലവറുകൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർ റോസ് ഫ്ലവർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്പൈഡർ വെബ് റോസ് വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റാർ റോസ് അത്രയും എടുപ്പില്ല, ഈ ഇതിന് തന്നെയാണ് ഭംഗി കൂടുതൽ. അപ്പം പക്ഷേ അതിന് അതുപോലെ വലുപ്പമുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു റോസ് ഫ്ലവർ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്, സ്റ്റാർ റോസ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ സ്റ്റാർ റോസ് ചെയ്തൊരു വർക്കാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ സ്ട്രെയിറ്റ് സ്റ്റിച്ച് 1/4 ഇഞ്ച് വലുപ്പം വരുന്ന റിബൺ വെച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ലീഫും സ്റ്റെമ്മും എല്ലാം അത് തന്നെ സ്ട്രെയിറ്റ് ആണ്. അതിന് ഒരു മുട്ട് വരുന്നതും ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് പിങ്ക് കളറിൽ കൊടുത്തപ്പോൾ അത് മുട്ട് പോലെ തോന്നിക്കുന്നു. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്കൊക്കെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇത് കണ്ടില്ല, ഇത് ഫുള്ളായിട്ട് ആ ഫ്രണ്ട് വശത്തൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കുന്നതാണ്. ഈ വർക്ക് കണ്ടോ? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ ഒരുമിച്ച് ചെയ്ത വർക്കാണ്. സ്റ്റിച്ച് ചെയ്ത ചുരിദാറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് ചെയ്താണ് കണ്ടില്ലേ വർക്ക്. അത് ഞാൻ ഇട്ട് കാണിച്ചില്ലായിരുന്നല്ലോ, അത് ഇന്നാണ് ഇട്ട് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോയുമായിട്ട് വരുന്നതാണ്. Thank you for watching.